ആണല്ലോ. മറ്റ് ശുശ്രൂഷകളൊക്കെ നടക്കണം, സാക്ഷ്യങ്ങളും ഒക്കെയും പുറകാലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം സമയം ദീർഘമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വായിക്കപ്പെട്ട സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അതിനനന്തരമായി കർത്താവിൻ്റെ മേശമുള്ള ശുശ്രൂഷയിലേക്കും പ്രവേശിക്കാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, ജാഗരണത്തോടെ നമുക്ക് ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. 71-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിൻ്റെ തലക്കെട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. തലക്കെട്ടിൽ അത് കാണാൻ കഴിയുന്നില്ല. എങ്കിലും വേദപഠിതാക്കളുടെയും വേദശാസ്ത്രജ്ഞരുടെയൊക്കെയും അഭിപ്രായത്തിൽ ദാവീദ് തന്നെ ജനിച്ചിരിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് 70-ാമത്തെ സങ്കീർത്തനം 71-ാമത്തെ സങ്കീർത്തനം ഒറ്റ സങ്കീർത്തനമായിട്ടാണ് കണക്കാക്കിയിരുന്നതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് 70-ാമത്തെ സങ്കീർത്തനം എഴുതിയത് ദാവീദാണെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 71-ാമത്തെ സങ്കീർത്തനവും ദാവീദ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഈ സങ്കീർത്തനം ഒരു വൃദ്ധൻ്റെ പ്രാർത്ഥനയാണ്, ഒരു പ്രായം ചെന്ന വൃദ്ധൻ്റെ പ്രാർത്ഥനയാണെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ചില വാക്യങ്ങൾ അത് വളരെ വ്യക്തമായി സൂചന നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കോളും, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ 5-6 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. അപ്പോൾ ചില വാക്യങ്ങളൊക്കെയും വളരെ വ്യക്തതയോടെ ഇതൊരു വൃദ്ധൻ ആയ മനുഷ്യൻ എഴുതിയ സങ്കീർത്തനമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ പല ക്ലേശങ്ങളൊക്കെ കണ്ടതിന് ശേഷം, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം, ജീവിതത്തിൽ സംഭവിച്ചതായ വിഷയങ്ങളെല്ലാം കണ്ടിട്ട് അതിനെയെല്ലാം തിരിഞ്ഞു നോക്കി ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദാവീദിൻ്റെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഈ സങ്കീർത്തനകർത്താവായ ഈ സങ്കീർത്തനം രചിച്ച വ്യക്തിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ പകൽക്കാലത്തെ അല്ലെങ്കിൽ വൈകവേളയിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ ആധാരമാക്കാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ പലർക്കും അത്ഭുതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ഈസ് മേക്കിംഗ് യു ആസ് എ വണ്ടർ ഫോർ മെനി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യു ആർ എ വണ്ടർ ഫോർ മെനി. നിങ്ങൾ അല്ലെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിന് മുമ്പാകെ, ജനത്തിന് മുമ്പാകെ, ദേശത്തിന് മുമ്പാകെ, അനേകരുടെ മുമ്പാകെ ഒരു അത്ഭുതമായി നിൽക്കും. ദാവീദ് തൻ്റെ ജീവിതത്തെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ്, അയ്യോ, എൻ്റെ ജീവിതം അനേകർക്കൊരു അത്ഭുതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞു, പാസ്റ്ററെ, ഈ സ്ക്രീനിൽ എന്താ അത് പോയിൻ്റ് ഒന്നും ഇല്ലാത്തത്? അതിനുള്ള ആൾ ഇവിടെ ലൊക്കേഷന് പോയത് കൊണ്ടാണ് ഇല്ലാത്തത്. വരുമ്പോഴത്തേക്ക് അതൊക്കെ ശരിയാക്കാം. ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങ് കേട്ട് നിങ്ങളങ്ങ് എഴുതിയെടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ഈ സങ്കീർത്തനത്തിൽ നിന്ന് ചിന്തിക്കാൻ പോകുന്നത് യു ആർ എ വണ്ടർ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് പറയാമോ? ഐ ആം എ വണ്ടർ പറഞ്ഞാട്ടെ. ഐ ആം എ വണ്ടർ. പ്രൈസ് ദി ലോർഡ്. ഫോർ യു ആൻഡ് ഫോർ മെനി. എല്ലാവർക്കും ഞാനൊരു അത്ഭുതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് ഒരു വാർദ്ധക്യത്തിലെത്തിയതിന് ശേഷം തന്നെ തന്നെ നോക്കി, പ്രൈസ് ദി ലോർഡ്, തൻ്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ ഹല്ലേലൂയ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാവീദ് ഒരു പ്രായം ചെന്ന് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഹല്ലേലൂയ ക്ഷീണമായി സംഭവിച്ചിട്ടുണ്ട്. 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത്. അങ്ങനെയെങ്കിൽ ദാവീദിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? പ്രൈസ് ദി ലോർഡ്. തൻ്റെ ബലമൊക്കെ ക്ഷയിച്ച്, തൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച്, പ്രൈസ് ദി ലോർഡ്, ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. മാത്രമല്ല, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നോക്കിയാൽ വളരെ ക്ലേശം നിറഞ്ഞ ഒരു സമയത്തേക്കാണ് താൻ ചെന്നെത്തിയിരിക്കുന്നത്. 10-11 വാക്യങ്ങളോടൊന്ന് വായിക്കാമോ? എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് കേട്ടെ. പ്രൈസ് ദി ലോർഡ്.
എന്റെ പ്രാണഹാനിക്കായി കാത്തിരിക്കുന്നവർ കൂടി ആലോചിക്കുന്നു. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവനെ പിന്തുടർന്ന് പിടിക്കുവീൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അവൻ വലിയ കഷ്ടതയിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. വിടുവിക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു ലോൺലിനെസ്സിൽ ജീവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ദാവീദ് അല്ലെങ്കിൽ ഈ സങ്കീർത്തനകർത്താവ് ഈ വാക്കുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇതിന് സമമായ പല സാഹചര്യത്തിലൂടെയും നാം കടന്നു പോകുന്നുണ്ടാകാം. ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. ജീവിതത്തിൽ ബലം ക്ഷയിച്ചു പോകുന്നുണ്ടോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. വിവിധങ്ങളായ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രതിസന്ധികൾ കടന്നു വന്നത് എന്തുകൊണ്ട് എന്ന് നാം നോക്കി ദൈവസനെ നിലവിളിക്കുന്ന സമയങ്ങളുണ്ടാകാം. ഇന്നിവിടെ ഇരിക്കുന്ന ആരെങ്കിലും പ്രൈസ് ദി ലോർഡ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? Why I am alone? Why this kind of troubles in my life? Why I lose my strength? എൻ്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു, എൻ്റെ ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് പഴയതുപോലെ ഒന്നും സഞ്ചരിക്കാൻ കഴിയുന്നില്ലല്ലോ, പഴയതുപോലെ ജോലി ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, പഴയതുപോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലല്ലോ. പലപ്പോഴും ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് പോകുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദാവീദിന് ഹല്ലേലൂയ നമ്മളോട് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ളത്, നമ്മളോട് പറയാനുള്ള ചില വസ്തുതകൾ നമുക്ക് ഒരുമിച്ച് ഇത് രാത്രികാലം ചിന്തിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ദാവീദ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എനിക്ക് 3 സെഗ്മെന്റ് അതിനകത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ഒന്ന്, ഡേവിഡ് ഈസ് ലുക്കിംഗ് ടു ദ പാസ്റ്റ്. ദാവീദ് പിറകിലേക്ക്, തൻ്റെ ഭാവിയിലേക്ക് നോക്കുകയാണ്. ഹി ഈസ് ലുക്കിംഗ് ടു ദ പാസ്റ്റ് and he is confirming that God was faithful. Praise the Lord. അവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. അബ്ശാലോമിൻ്റെ മേലുള്ള അബ്ശാലോം നിമിത്തമായിട്ടുള്ള പ്രതിസന്ധികൾ, ശൗൽ നിമിത്തമായുള്ള പ്രതിസന്ധികൾ, അങ്ങനെ വിവിധ രാജാക്കന്മാരിലൂടെയുള്ള പ്രതിസന്ധികൾ പലതും ദാവീദ് കണ്ടിട്ട് ദാവീദ് പറയുകയാണ്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒരിക്കലും തളർത്തി കളയത്തില്ല, എന്നെ ഒരിക്കലും വീഴ്ത്തി കളയത്തില്ല. He is recognizing that God is faithful. അതിന് ദാവീദിന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും ദാവീദ് ഒന്ന് അനലൈസ് ചെയ്തു. While he has been born, അവൻ ജനിച്ച സമയം മുതലുള്ളത് ദാവീദ് വിളിച്ചു പറയാണ്, ദൈവം വിശ്വസ്തനായിരുന്നു. ഉദാഹരണത്തിന് 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുന്ന നിമിഷം മുതൽ തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. God is taking caring you. ദൈവം എന്നെ കരുതുന്നുണ്ട്, ദൈവം എന്നെ വിടുവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്തത അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഞാൻ അനുഭവിക്കുന്നു. Praise the Lord. അപ്പോൾ ദാവീദ് ഈ ജീവിതത്തിൻ്റെ കഷ്ടതകളൊക്കെ കണ്ടിട്ട് he is looking back and reflecting on his own life and saying, praise the Lord, in the past God was faithful. When I was being born, ഞാൻ ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പോൾ ദൈവം എന്നെ താങ്ങി. മാത്രമല്ല, പിന്നീട് തൻ്റെ ബാല്യം, തൻ്റെ ചൈൽഡ്ഹുഡ്, തൻ്റെ യൂത്ത്, അഡൾട്ട്ഹുഡ്, ഇതെല്ലാം പിന്നിടുമ്പോഴും ദാവീദ് അത് തന്നെയാണ് പറയുന്നത്. when he was in his youth age, 5-ാമത്തെ വാക്യം, യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. അപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ ദൈവം തന്നെ താങ്ങി, ബാല്യം മുതൽ പ്രൈസ് ദി ലോർഡ്, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്, ആ സമയത്തും ദൈവം തന്നെ താങ്ങി. എന്നിട്ട് അല്പം കൂടെ മെച്ചുറായ ഒരു സമയം 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു, അറിയിച്ചുമിരിക്കുന്നു. അപ്പോൾ ജനിക്കുന്നതിന് മുമ്പ്, ജനിച്ച ശേഷം, തുടർന്നുള്ള തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ താൻ ഒരു പക്വതയിലേക്ക് എത്തുന്ന സമയത്തും താൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് വരെയും നിന്റെ അത്ഭുത പ്രവർത്തികൾ ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അറിയിച്ചിരിക്കുന്നു. അതിനുശേഷം ഹല്ലേലൂയ, വൃദ്ധനായി നരയൊക്കെ പിടിച്ചതിന് ശേഷം താൻ പറയുന്നത് 18-ാമത്തെ വാക്യത്തിൽ, ദൈവം അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പോൾ ഞാൻ പ്രായം ചെന്ന്, ഇപ്പോൾ ഞാൻ ഹല്ലേലൂയ വാർദ്ധക്യം നിറഞ്ഞ ഒരു മനുഷ്യനായി തീർന്നിരിക്കുന്നു, എങ്കിലും ഐ ക്യാൻ സേ ദാറ്റ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഇന്നിവിടെ ആയിരിക്കുന്നവർ ഈ എല്ലാ ശ്രേണിയിലുമുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രായമുള്ള മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. യൗവനക്കാരിവിടെയുണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരോടും ഈ സങ്കീർത്തനം പറയുന്ന ഒറ്റ സന്ദേശമുള്ളൂ: ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നരയ്ക്കുവോളം അവൻ എന്നെ ചുമക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായത്തിൻ്റെ ഗതികൾ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഞാൻ പ്രായം ചെന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. എൻ്റെ സമയം കഴിഞ്ഞു എന്ന് വിചാരപ്പെടേണ്ട. അവിടെയെല്ലാം ദൈവം ഒരു വിശ്വസ്തനായി എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഫർ മൈ ഫിസിക്കൽ ബോഡി ഈസ് കൺസേൺഡ്. അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള സാഹചര്യം നോക്കിയാൽ നമ്മളിങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുമ്പോഴും നമുക്ക് പല പല പാരാമീറ്റേഴ്സിൻ്റെ അളവുകളെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സംഗതികളൊക്കെ ഒരു കാലത്തില്ലാതിരുന്നാൽ നമ്മളുടെയൊക്കെ ശരീരത്തിലേക്ക് കാലഘട്ടങ്ങളുടെ ഗതിക്കനുസരിച്ച് ഇതെല്ലാം പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Hallelujah. We are weak by outwardly. എന്നാൽ ഒരു കാര്യം ദാവീദ് പറയുന്നതിനോടൊപ്പം ചേർന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. Even though our outer man is weak, we can say that inner being is renewed day by day. ഓരോ ദിവസവും എൻ്റെ ഉള്ളിലെ മനുഷ്യൻ ഇങ്ങനെ പുതുക്കം പ്രാപിച്ചുകൊണ്ട് ഒരു പുതുമ ധരിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ദൈവസന്നിധി നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ വിശ്വസ്തത എങ്ങനെയാണ്? രാവിലെ തോറും എന്ത് ചെയ്യുന്നു? അത് പുതുകി വരികയാണ്. എവറി ഡേ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് ഇസ് റിഫ്രഷിംഗ്. ഇന്നലത്തെ ദൈവിക കരുണ കൊണ്ടല്ല നാം ജീവിക്കുന്നത്. ഇന്നലത്തെ ദൈവ കരുണ കൊണ്ട് മാത്രമല്ല നാം ജീവിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ദയ എൻ്റെ മേൽ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവറി ഡേ ഗോഡ്സ് ഗ്രേസ് ഇസ് റിഫ്രഷിംഗ് അപ്പോൺ മീ. It is coming in fresh. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലഘട്ടം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല സമയമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇല്ല, നിങ്ങൾക്കിനി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്കിനി ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനായിട്ടുണ്ട്. എൻ്റെ സമയം കഴിഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ അവസരം കഴിഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ ഘട്ടം കഴിഞ്ഞെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കാര്യം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം: ഇല്ല, നിങ്ങളുടെ അവസരങ്ങൾ തീർന്നിട്ടില്ല. നിങ്ങളുടെ ഘട്ടം കഴിഞ്ഞിട്ടില്ല. യുവർ ടൈം ഹാസ് നോട്ട് come to an end. നിങ്ങളുടെ സമയം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഇനിയും ചിലത് കൂടെ ചെയ്യാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും കരുതിയ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഇനിയും പദ്ധതികളുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഈ വാർദ്ധക്യത്തെ സമയത്ത് ഞാൻ എത്തി നിൽക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നത് കൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്: എനിക്ക് ചിലത് ഇനി മുന്നോട്ട് ചെയ്യാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു സഭാപിതാവായിരുന്ന വ്യക്തിയുണ്ട്, പോളികാർപ്പ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. പോളികാർപ്പിന് ഈ ആദ്യ നൂറ്റാണ്ടിൽ സഭാ പീഡനങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ പീഡനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോളികാർപ്പിനെ, പ്രൈസ് ദി ലോർഡ്, അന്നത്തെ ഭരണാധികാരികൾ, റോമൻ ഭരണാധികാരികൾ പോളികാർപ്പിനെ പിടിച്ച് അവനെ കൊല്ലുവാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. അങ്ങനെ പോളികാർപ്പ് ഒരു പ്രായം ചെന്ന വൃദ്ധനായ മനുഷ്യൻ, തൻ്റെ താടിയൊക്കെ നരച്ച താടി ഇങ്ങനെ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതായ പോളികാർപ്പിനെ പിടിച്ചു കെട്ടിയിട്ട് ഒരു ക്രൂസ്, ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് തന്നെ ചുറ്റിനും ഈ വിറക് കഷണങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ജീവനോടെ അവിടെ ചുട്ടുകരിക്കാനായിട്ട് പോവുകയാണ്. പോളികാർപ്പിനെ പിടിച്ച് ഈ ഒരു വലിയ തൂണിൻ്റെ മുന്നിലൊക്കെ വന്ന് കെട്ടി പുറയിലോട്ട് കൈയൊക്കെ വെച്ച് കെട്ടിയിട്ട്, പ്രൈസ് ദി ലോർഡ്, വിറകുകൾ ഓരോന്നോരോന്ന് അടുക്കി വെച്ച് തന്നെ കൊല്ലാനായിട്ട് പോവുകയാണ്. പ്രൈസ് തന്നെ അവിടെ തീ കത്തിച്ച് ജീവനോടെ ചുട്ടുകരിക്കാനായിട്ട് പോവുകയാണ്. അവസാന നിമിഷത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരികൾ, അതിൻ്റെ വ്യക്തികൾ ആരാണോ അതിന് ചുമലപ്പെട്ടവൻ, അവൻ അടുക്കൽ വന്നിട്ട് പോളികാർപ്പിനോട് ചോദിച്ചു, നിനക്ക് അവസാനം ഒരു നിമിഷം കൂടെ ഞാൻ തരികയാണ്. നീ വിശ്വസിക്കുന്ന വിശ്വാസം ത്യജിച്ചു പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഞങ്ങൾ ചുട്ടുകരിക്കാതെ ജീവനോടെ ഇപ്പോൾ ഞങ്ങളെ വെറുതെ വിട്ടേക്കാമെന്ന് പോളികാർപ്പ്
പോളികാർപ്പിനോട് പറഞ്ഞു, പോളികാർപ്പേ, നീ വിശ്വസിക്കുന്ന വിശ്വാസത്തെ നീ ത്യജിച്ചു കളയുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ കെട്ടഴിച്ച് വിട്ടിട്ട് നിന്നെ ജീവനോടെ പറഞ്ഞു വിട്ടേക്കാമെന്ന് പറഞ്ഞു. പോളികാർപ്പ് പറഞ്ഞ മറുപടി വളരെ പ്രസക്തമാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ 86-ാമത്തെ വയസ്സിലും ദൈവം എന്നെ പരിപാലിച്ച് ദൈവം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ലെങ്കിൽ ഈ 86-ാമത്തെ വർഷവും ഞാൻ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്. അവൻ എനിക്ക് ഇതുവരെയും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ തള്ളി പറയുകയില്ല. ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അപ് ടു മൈ 86 ഇയേഴ്സ്, 86-ാമത്തെ വർഷം വരെയും ഈ ദൈവം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ ദൈവത്തെ തള്ളി പറയണം എന്ന് പോളികാർപ്പ് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും നടുങ്ങിപ്പോയി. അന്ന് ആ പോളികാർപ്പിനെ അവിടെ ജീവനോടെ ചുട്ടരിച്ചു കൊന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, അനേകർ ഇതുപോലെ ജീവനെ ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ ഒരു കാര്യം അവർ ഉറപ്പ് വരുത്തി, ദൈവം ഒരു ദോഷവും അവർക്ക് ചെയ്തിട്ടില്ല, ദൈവം ഒരു തിന്മയും അവർക്ക് ചെയ്തിട്ടില്ല, ദൈവം അവർക്ക് നന്മകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലൂടെ ജീവിച്ചു വന്ന നാം ഓരോരുത്തരും ദൈവം എത്രയോ വിശ്വസ്തനായി എൻ്റെ ജീവിതത്തിൽ എന്നോടുകൂടെ ആയിരുന്നു. അങ്ങനെയെങ്കിൽ വി നീഡ് ടു ലുക്ക് ബാക്ക് ടു ദ പാസ്റ്റ് ആൻഡ് സീ ഹൗ ഗോഡ് വാസ് ഫെയ്ത്ത്ഫുൾ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എങ്ങനെയായിരുന്നു നിങ്ങളോട് വ്യവഹരിച്ചത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ദൈവം എത്ര വിശ്വസ്തയോടെ നിങ്ങളോട് പെരുമാറി, ദൈവം എത്ര വിശ്വസ്തയോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. പല സന്ദർഭങ്ങളിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി എത്ര വിശ്വസ്തമായി ദൈവ സ്നേഹം നിങ്ങളുടെ മേൽ പകർന്നു തന്നു. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും കഷ്ടതയോ പ്രയാസമോ ഒക്കെ വരുമ്പോൾ ഹല്ലേലൂയ, പെട്ടെന്ന് ഭാരപ്പെടേണ്ട കാര്യമില്ല, പെട്ടെന്ന് വേദനപ്പെടേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭാരപ്പെടേണ്ട, ചെറിയ ചെറിയ വേദനകൾ വരുമ്പോൾ ഭാരപ്പെടേണ്ട, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാരപ്പെടേണ്ട. യു ജസ്റ്റ് ലുക്ക് ബാക്ക് ടു യുവർ ഓൺ ലൈഫ് ആൻഡ് ക്ലെയിം ദാറ്റ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ ദാവീദിന്റെ ആ പ്രതികരണം, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ആ സെഗ്മെന്റിൽ കാണുന്നത്, ആ വാക്യങ്ങളിൽ കാണുന്നത്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ലുക്കിംഗ് ടു ഹിസ് പാസ്റ്റ്, ലുക്കിംഗ് ടു ദ പാസ്റ്റ് ആൻഡ് ഹി ഈസ് കൺഫേമിംഗ് ദാറ്റ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അടുത്തത് പഴയതിലേക്ക്, കഴിഞ്ഞ കാലിലേക്ക് നോക്കിയെങ്കിൽ അടുത്തൊരു സെഗ്മെൻറ്റ് 7-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം, ലുക്കിംഗ് ടു ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് എന്ത് ചെയ്യുകയാണ്? നോക്കുകയാണ്. ദാറ്റ് മീൻസ് the writer or David or the psalmist is looking to the future. മുന്നിലേക്ക് താൻ നോക്കുകയാണ്. തൻ്റെ ഹല്ലേലൂയ വരുവാനുള്ള കാലത്തിലേക്ക്, ഭാവിയിലേക്ക് താൻ നോക്കുകയാണ്. That means he is looking to the next generation. അതാണ് 18-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. Praise the Lord. ഇങ്ങനെ ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. Praise the Lord. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ഫ്യൂച്ചർ എൻ്റെയും നിങ്ങളുടെയും എന്താണെന്ന് നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുത്ത ഭാവി എന്താണെന്ന് നമുക്കറിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നമുക്കൊരു വലിയ ടാസ്ക് ഹല്ലേലൂയ ഭാവിയെ സംബന്ധിച്ചുള്ളത്. പ്രൈസ് ദി ലോർഡ്, ജീവിതത്തെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കാനായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിൻ്റെ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിലെ ഹല്ലേലൂയ കാര്യങ്ങൾ ഓർത്തിട്ട് അയ്യോ പണ്ടൊക്കെ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ചിന്തയാണ്, പണ്ടൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു, പണ്ട് നല്ല സന്തോഷമായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ പണ്ടത്തെ നല്ല കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇന്നത്തെ നമ്മുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ പോവുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, പണ്ട് എത്ര സന്തോഷമായിരുന്നു, പണ്ട് എത്രയോ ആനന്ദമായിരുന്നു, പണ്ട് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ദാവീദ് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഞാൻ അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും
ദൈവസഭയെയും അറിയിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു ദൗത്യം ദൈവസഭയോട് ഹല്ലേലൂയ ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ കഴിഞ്ഞ 40-ലധികം വർഷമായി ഈ ദേശത്ത് ദൈവസഭ നിലനിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാലാകാലങ്ങളിൽ അനേക ദൈവദാസന്മാർ ദൈവമക്കൾ വന്നും പോയും ഒക്കെയും ഹല്ലേലൂയ പല ആവർത്തി ഹല്ലേലൂയ പല ആളുകൾ ഇങ്ങനെ ഒരു സർക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ദൈവസഭയിൽ വന്നും കയറിയും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു ദൗത്യം ദൈവസഭയോട് പരിശുദ്ധാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ വരുവാനുള്ള തലമുറയോട് പ്രൈസ് ദി ലോർഡ് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയും അറിയിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, there is a great mission over us. നമ്മുടെ മുമ്പിൽ വലിയൊരു ദൗത്യമുണ്ട്. അടുത്തൊരു തലമുറ നമുക്ക് വേണ്ടി ഇവിടെ എഴുന്നേറ്റ് നിൽക്കണം. അടുത്തൊരു തലമുറ നമ്മുടെ കാലശേഷം ഇവിടെ കാണണം. അടുത്തൊരു തലമുറ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നവരായി തീരണം. ഇവിടെയാണ് പ്രൈസ് ദി ലോർഡ് ദി ഓൾഡർ ജനറേഷൻ ആൻഡ് ദ യങ്ങർ ജനറേഷൻ്റെ ഒരു വലിയൊരു സിങ്കിങ് ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇന്ത്യയുടെ മൊത്തം രാഷ്ട്രത്തെ പോലും ഒരു ജെൻസി സമൂഹം പിടിച്ചുലച്ചത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെയാണ് അവരുടെ ഭരണതന്ത്രങ്ങളെ നിയന്ത്രിച്ചിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അനവധി സമരങ്ങളും അനവധി കാര്യങ്ങളൊക്കെ അവർ വളരെ നിസ്സാരമായി തൃണവൽക്കരിച്ചിട്ടുണ്ട്. എന്നാൽ നോക്കിക്കേ, ഒരു ജനത, ഒരു ചെറിയ സമൂഹം അല്ലെങ്കിൽ ഒരു പറ്റം ചെറുപ്പക്കാർ, ഒരു പറ്റം നമ്മൾ അവരെ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ജെൻസി ജനറേഷൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു രാഷ്ട്രം തന്നെ മുട്ടുമടക്കി. അതാണെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇതൊരു വലിയ വസ്തുതയാണ് നമ്മെ അറിയിക്കുന്നത്. ഒരു തലമുറ പ്രൈസ് ദി ലോർഡ് വളരെ സജീവമായി ഈ ദേശത്തും നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ, എന്നോടും നിങ്ങളോടുമുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മൾ എന്തൊക്കെ കരുതിയിട്ടുണ്ട്. അടുത്ത തലമുറയോട് നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയും അറിയിക്കാൻ ഒരു ഉത്തരവാദിത്വം ഹല്ലേലൂയ ദൈവസഭയ്ക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലപ്പോഴും പ്രൈസ് ദി ലോർഡ് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ ഇവിടെ ആരൊക്കെ കാണുമെന്ന് ഹല്ലേലൂയ നമുക്കാർക്കും നിശ്ചയമില്ല. പ്രൈസ് ദി ലോർഡ് അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ നമ്മളിൽ പലരും ഇന്ന് ഇവിടെ ആരാധിക്കുന്ന പലരും ഇന്നിവിടെ കാണത്തില്ല. അടുത്തൊരു തലമുറയായിരിക്കാം ഇവിടെ ആയിരിക്കുന്നത്. അന്നെങ്ങാനും നിങ്ങൾ ഒരു വലിയ വിസിറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിനോ വന്നാൽ ഹല്ലേലൂയ ഞാൻ പണ്ട് ദുബായ് ചർച്ചിലെ മെമ്പറാണെന്ന് പറഞ്ഞിരുന്നാൽ ഇവിടെ ആരും അത് അംഗീകരിച്ച് തരണമെന്നില്ല. കാരണം ഒരു തലമുറ മാറിയിട്ടുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ അവർ ദൈവനാമത്തിന് വേണ്ടി ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം മിഥ്യയാണെന്ന് പറയുന്നതായി, ഇതൊക്കെ വെറുതെയുള്ള മനുഷ്യൻ്റെ തട്ടിപ്പാണെന്ന് പറയുന്ന ഒരു തലമുറ ഇന്ന് ഒരു ഭാഗത്ത് എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അനേകർ എക്സ് പെന്റക്കോസ്റ്റൽസ് ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. അനേകർ അവരുടെ വിശ്വാസത്തെ തിരിച്ചു പറഞ്ഞിട്ട് പാസ്റ്റർമാരുടെ മക്കൾ ഉൾപ്പെടെ ഹല്ലേലൂയ വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാനതൊക്കെ കണ്ടിട്ട് എനിക്ക് വളരെ വേദനയും വളരെ നിരാശയും തോന്നിയിട്ടുണ്ട്. ഒരു സമൂഹം ദൈവത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉത്തരവാദിത്വം പറയാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു സമൂഹത്തിന്, അടുത്തൊരു ജനറേഷന് ഈ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലേക്ക് കയറിയില്ലെങ്കിൽ നമ്മൾ അനേക എക്സ് പെന്റക്കോസ്റ്റൽസിനെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഭാരമുണ്ട്, എത്ര പേർക്ക് ആ വേദനയുണ്ട്. ഞാൻ കണ്ട സത്യത്തെ, ഞാൻ അനുഭവിച്ച സത്യത്തെ എൻ്റെ തലമുറയും അറിയാനിടയാകണം. ഞാൻ അനുഭവിച്ച എക്സ്പീരിയൻസ്, ഞാൻ കണ്ട എക്സ്പീരിയൻസ് അടുത്തൊരു തലമുറ എക്സ്പീരിയൻസ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അവർ നെക്സ്റ്റ് ജനറേഷൻ മേ നോട്ട് ഹാവ് ദ എക്സ്പീരിയൻസ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാം, ഒരു പഴയ തലമുറയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. അനുഭവമാണ് നിങ്ങളെ പിടിച്ചു നിർത്തിയതെങ്കിൽ ഹല്ലേലൂയ
അടുത്തൊരു തലമുറയ്ക്ക് ഈ അനുഭവമില്ല, അവർക്കിത് കാണാൻ കഴിയുന്നില്ല, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയത്തില്ല. ദേ ആർ വെരി റാഷണൽ ഇൻ ദെയർ മൈൻഡ്. അവർ വളരെ യുക്തിസക്തമായിട്ട് ചിന്തിക്കും. ദേ വിൽ ബി വെരി ലോജിക്കൽ ഇൻ ദെയർ മൈൻഡ്. പക്ഷെങ്കിൽ ഒരു ഉത്തരവാദിത്വമുള്ളത്, ഹല്ലേലൂയ, ഒരു എൽഡർലി ക്ലാസ്സിന്, ഒരു എൽഡർലി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അടുത്ത സമൂഹത്തോട്, അടുത്ത ജനറേഷനോട് അത് കൈമാറും വരെയും കർത്താവേ, എൻ്റെ മേലുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ടാകണം. ദാവീദ് പറയാണ്, പ്രായം ചെന്നു ഇനി നമുക്ക് വെറുതെ ഇരുന്ന് കൊടുക്കാമെന്നല്ല. പ്രായം ചെന്നു ഇനി ഞാനിവിടെ എൻ്റെ ബാറ്റണൊക്കെ വിട്ടിട്ട് ഞാൻ പുറയിൽ ഇരിക്കാമെന്നല്ല. ദാവീദ് പറയാണ്, ഈ വാർദ്ധക്യമുള്ള സമയത്ത് എൻ്റെ മേലൊരു ടാസ്ക് ഉണ്ട്. ഐ നീഡ് ടു പാസ് മെനി തിങ്സ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്തൊരു തലമുറയിലേക്ക് എനിക്ക് ചിലത് കൈമാറണം. എത്ര പേർക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയും? ഹാലൂയ. അത് നമ്മുടെ കുടുംബങ്ങളിലായിരിക്കാം അതിൻ്റെ ഒരു മൈക്രോ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാലൂയ നമ്മൾ കണ്ട വിശ്വാസത്തിൻ്റെ പാതയിൽ വരുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ട വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ എൻ്റെ മക്കൾ അതിൽ വരുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയുമോ? ഹാലൂയ. സോ ദർ ഈസ് എ ടാസ്ക്. ഹാലൂയ. ലുക്കിംഗ് ടു ദ ഫ്യൂച്ചർ, വി ഹാവ് എ task for the next generation. Praise the Lord. Hallelujah. അടുത്തൊരു തലമുറ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കണം. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, യൂറോപ്യൻ നാടുകളിലൊക്കെയും പല കത്തീഡ്രൽസൊക്കെ അതിൻ്റെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് വലിയ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്, ദിസ് പ്രിമൈസ് ആൻഡ് ദിസ് ചർച്ച് ഈസ് ഫോർ സെയിൽ. ഹാലൂയ. ഈ ഹോള് അല്ലെങ്കിൽ ഈ പള്ളി വലിയ കത്തീഡ്രലുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ സിനിമാശാലയായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ക്ലബ്ബായിട്ടോ അല്ലെങ്കിൽ ബാറായിട്ടോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്കിത് മേടിക്കാമെന്ന് പറഞ്ഞ് അവിടെ ബോർഡ് വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, നമ്മൾ ഈ ഭാവിയിലേക്ക് ചർച്ചിന് വേണ്ടി അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവിടേക്ക് ആര് വന്നിരിക്കും എന്നോട് ചോദിച്ചു. ഒരു ഫാക്റ്റാണ്, ഒരു നല്ല ചോദ്യമാണ് ചോദിച്ചത്. പ്രൈസ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഞങ്ങൾക്കൊരു സ്ഥലവും സൗകര്യവും ക്രമീകരണവും ഒക്കെ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേങ്കിൽ അടുത്തൊരു സമയത്ത് ഒരു തലമുറയിൽ അല്ലെങ്കിൽ ഉള്ളവർ അവിടെ ഓക്കുപ്പൈ ചെയ്യാനില്ലെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ ഈ പണം മുടക്കുന്നതെന്ന് ഒരു ഫാക്ച്വൽ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്ന് അടുത്തൊരു ജനറേഷനെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഹല്ലേലൂയ ചില കാര്യങ്ങൾ ചെയ്യാൻ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. The elders has the right to guide the next generation. അടുത്തൊരു തലമുറയെ ദൈവത്തിന് വേണ്ടി നിലനിർത്താൻ, to pass the responsibility. Praise the Lord. Each generation has a responsibility. എല്ലാ തലമുറയ്ക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഫോർ പാസിങ് ദ ക്രിസ്ത്യൻ ട്രൂത്ത്. ഹല്ലേലൂയ. ക്രിസ്തീയ സത്യം പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുകയാണ്, കർത്താവേ, എനിക്ക് അടുത്ത തലമുറയോട് ഇത് അറിയിക്കുന്നിടം വരെയും എന്നെ എന്ത് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വരുവാനുള്ള ഹല്ലേലൂയ തലമുറയോട് നിന്റെ വീരപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുത്. സോ വി ഹാവ് എ ടാസ്ക്. അടുത്തൊരു സെഗ്മെൻറ്റ്, അതിൻ്റെ അവസാനത്തെ ഭാഗം 19 വാക്യം മുതൽ 24 വാക്യം വരെ വായിക്കുമ്പോൾ, ലുക്കിംഗ് ടു ദി പ്രസൻറ്റ്, ദാറ്റ് ഈസ് പ്രൈസിങ് ഗോഡ്. കഴിഞ്ഞ കാലങ്ങളെ നോക്കിയിട്ട്, കഴിഞ്ഞ ഭാവി അല്ലെങ്കിൽ ഭൂതകാലത്തെ നോക്കിയിട്ട്, looking to the past and the psalmist is saying God was faithful. ദൈവം വിശ്വസ്തനായിരുന്നു എന്ന് കഴിഞ്ഞ കാലങ്ങളെ നോക്കിയിട്ട് ദാവീദ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഭാവി കാലത്തേക്ക് നോക്കിയിട്ട് പറയുക, ഇല്ല, എനിക്കൊരു ദൗത്യമുണ്ട്, എനിക്ക് ഇത് അടുത്ത തലമുറയോട് അറിയിക്കാനുള്ള വലിയ ഒരു ദൗത്യം എൻ്റെ മേലുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വർത്തമാനകാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എ പീരിയഡ് between the future and the past, that is the present. ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? അവിടെ വായിക്കുമ്പോൾ താഴോട്ടുള്ള വാക്യങ്ങൾ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ദാവീദ് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ലുക്കിംഗ് ടു ദ പ്രസന്റ് സിറ്റുവേഷൻ, I would say I will praise God. ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഞാൻ എന്ത് ചെയ്യും? ആരാധിക്കും. 22 വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. എന്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും.
ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. സോ ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത് ദൈവത്തെ അധരം കൊണ്ട് സ്തുതിക്കുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും നമ്മളാൽ കഴിവോളം ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ കഴിയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അതിൽ പരം ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഇല്ല. We have to proclaim the character of God. We have to witness God. ദൈവത്തെ സാക്ഷീകരിച്ചുകൊണ്ട്, ദൈവത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിച്ചുകൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്. അവിടെ 19 വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, ദൈവമേ നിന്റെ നീതി അത്യുന്നതമായിരിക്കുന്നു. വായിച്ചാട്ട്. ദൈവമേ നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു, മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ നിന്നോട് തുല്യനായിരുന്നു. അപ്പോൾ ദൈവത്തിന് മുമ്പാകെ താൻ പ്രകീർത്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ നിന്റെ നീതി എത്രയോ വലുതാണ്. യുവർ റൈച്ചസ്നെസ് ഈസ് വേ ഹല്ലേലൂയ ഈസ് ഗ്രേറ്റ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മാത്രമല്ല ഹല്ലേലൂയ, അതിൻ്റെ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ 23 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത നിന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ നാവ് ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലം ഈ ആലയത്തിലുള്ളവർക്കുള്ള വലിയ ദൗത്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ അധരങ്ങൾ തുറന്ന് സ്തുതിക്കുക, ദൈവത്തിന് സാക്ഷിയായി നിൽക്കുക, നമ്മുടെ അധരങ്ങൾ തുറന്ന് അവനെ സാക്ഷീകരിക്കുക, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പ്രസ്താവിക്കുക, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുക, ദൈവത്തിൻ്റെ ആലോചനകൾ മറ്റുള്ളവരെ അറിയിക്കുക, നമ്മുടെ തലമുറകളോട് സംസാരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വർണ്ണിക്കുവാനായിട്ടാണ് ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ ദൈവത്തിൻ്റെ വിശ്വസ്തത വർണ്ണിക്കാനുള്ളൊരു സമൂഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഇടയായി തീർന്നത്. പ്രൈസ് തമ്മിൽ കാണുമ്പോൾ, തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, ഹല്ലേലൂയ, അച്ചായനും അമ്മാമയും അമ്മാരും അച്ചാമാരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ പറയുന്നത് ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്, ദൈവിക അനുഭവങ്ങളെക്കുറിച്ചാണ്. ഇത് കേട്ടുവന്ന അടുത്തൊരു തലമുറ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, അടുത്തൊരു തലമുറ നമ്മളിൽ നിന്ന് കേൾക്കുന്നത് ഈ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് അല്ലെങ്കിൽ അവരിലേക്ക് ഈ ദൈവിക അനുഭവങ്ങളെ പകരാനായിട്ട് സാധ്യതയില്ല. ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ ലഭിക്കുന്ന സമയങ്ങളൊക്കെയും കർത്താവിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുക. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെയും കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാകുക. അല്ലെ, കുടുംബമായി കുഞ്ഞുങ്ങളുമായി അല്ലെ കർത്താവിനെ ആരാധിക്കാനായി സമയങ്ങളെ ചെലവിടുക. നമ്മുടെ അധരങ്ങൾ തുറന്ന് നീതിയെ പ്രസ്താവിക്കുന്നത് അവർ കേൾക്കട്ടെ. നമ്മുടെ അധരങ്ങൾ തുറന്ന് ദൈവിക വർണ്ണനകൾ കേൾക്കട്ടെ. ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് അവർ കേൾക്കട്ടെ. ഇത് കേൾക്കുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ ഈ ദൈവസഭയിൽ അനേകർ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങളിൽ നിന്ന് നമ്മുടെ തലമുറകൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തിന് ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദമുള്ളത്, ഹല്ലേലൂയ, നമ്മുടെ ആത്മീയ വർധനയ്ക്കുള്ളതാണോ നമ്മുടെ അധരങ്ങളിലൂടെ കേൾക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇതെല്ലാം ഇമ്പാർട്ട് ചെയ്യപ്പെടും, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത തലമുറ ദൈവത്തെ കാണണമെങ്കിൽ ഇതെല്ലാം അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, I am just looking at the present and praising God. ദൈവത്തെ വാഴ്ത്തുകയാണ്. That praising involves hallelujah, singing song and praising him, and it also involves talking about God's character, and also it involves the witnessing for him. Hallelujah, witnessing the righteousness and the faithfulness. ദൈവത്തിൻ്റെ നീതിയും വിശ്വസ്തതയും പ്രഘോഷിക്കാനായിട്ട് ദൈവം നമ്മെ ഒരുക്കിയെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഹല്ലേലൂയ,
I have been wonder. I have become a marvel to many. I have become a wonder to many. ഞാനൊരു ചോദ്യം, ഒരു ഓൾട്ടർ കോൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്, Are you ready to be a wonder for this next generation? അടുത്തൊരു തലമുറയ്ക്കായി നിങ്ങളൊരു വണ്ടർ ആകാനായിട്ട് എത്ര പേർ തയ്യാറാകുന്നു? Are you be able to become a marvel to many? മറ്റുള്ളവർ കാണുകയെ, ഇന്ന വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ they have to be very wondered. ഹല്ലേലൂയ. നമ്മൾ ദാവീദിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സങ്കീർത്തനം രചിച്ച വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ അത്ഭുതമായിരിക്കുന്നു. I became a miracle, or I become a marvel to many. I become a wonder to many. അനേകർക്ക് ഞാനൊരു അത്ഭുതമായിരിക്കുന്നു. ദൈവം ഇന്ന് ഈ രാത്രികാലം ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അടുത്തൊരു സമൂഹത്തിന് വേണ്ടി ഒരു വണ്ടറായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു, ഒരു അത്ഭുതമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങൾ തയ്യാറാകട്ടെ. കാലഘട്ടം മാറിപ്പോകും, സമയങ്ങൾ കഴിഞ്ഞു പോകും. എന്നാൽ ദൈവം ഈ ദേശത്ത്, ഈ സമൂഹത്തിൽ, നമ്മുടെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മളെ ഒരു അത്ഭുതമായി നിലനിർത്തണം. തലമുറകൾ കഴിയുമ്പോഴും തലമുറകൾ മാറുമ്പോഴും നമ്മെ ചൊല്ലി ഒരു അത്ഭുതമായി സമൂഹം അറിയാനിടയാകണം. Praise the Lord. Hallelujah, 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 hallelujah. സിറ്റി സ്റ്റഡ് ഒരു വണ്ടറായി സമൂഹത്തിന് അറിയപ്പെടുന്നു. ഹല്ലേലൂയ. ബില്ലി ഗ്രഹാം സമൂഹത്തിൽ ഒരു വണ്ടറായി അറിയപ്പെടുന്നു. സാധു സുന്ദർ സിംഗ് സമൂഹത്തിൽ ഒരു വണ്ടറായി അനുഭവപ്പെടുന്നു. ഹല്ലേലൂയ എന്ന് വേണ്ട അനേക മിഷണറി വീരന്മാർ സമൂഹത്തിന് ഒരു അത്ഭുതമായി നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ പകൽക്കാലം ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി അത്ഭുതമായി നിൽക്കാൻ ഹൃദയങ്ങൾ ദൈവസ്ഥലിൽ സമർപ്പിച്ചു കൊടുത്താട്ടെ. അടുത്തൊരു സാധു സുന്ദർ സിംഗ് ആകാൻ, അടുത്തൊരു ബില്ലി ഗ്രഹാം ആകാൻ, അടുത്തൊരു ഗ്രഹാം സ്റ്റെയിൻസ് ആകാൻ, അടുത്തൊരു ഹല്ലേലൂയ ലിവിങ്സ്റ്റൺ ആകാൻ, അടുത്തൊരു സിറ്റി സ്റ്റഡ് ആകാൻ, അടുത്തൊരു ഹഡ്സൺ ടൈലർ ആകാൻ എത്ര പേർക്ക് ദൈവസ്ഥലിൽ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ കഴിയും? ഓ റിബാലബ ശബ്ദരാദരാദല ഹംദരാദലബ ശബ്ദരാദരാദല റിഗലബ ശബ്ദരാദരാദല. ഹല്ലേലൂയ. ഒരു സമൂഹം എക്സ്റ്റെൻഡ് ആയി പോകാൻ, നശിച്ചു പോകാൻ ഇടയാകരുത്. നമ്മുടെ സമൂഹം, നമ്മുടെ പെന്തക്കോസ്ത് സമൂഹം ഇല്ലാതെയാകാൻ ഇടയാകരുത്. ഓ റബാര ജഗലാദഗര റിഖലബ ശബ്ദരാദരാദല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കർത്താവേ, നിനക്ക് മഹത്വം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അനേക പ്രസ്ഥാനങ്ങൾ, അനേക സമൂഹങ്ങൾ ചരിത്രത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതെല്ലാം മറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അനേകരുടെ അനുഭവങ്ങൾ ഇന്ന് ഹല്ലേലൂയ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അടുത്തൊരു തലമുറയിൽ ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി ഒരു അത്ഭുതമായി വെളിപ്പെടുവാനായി ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലിൽ സമർപ്പിച്ചു കൊടുക്കാമോ? ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലിലേക്ക് ആഗ്രഹമാക്കട്ടെ. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, എന്നെ ഒരു അത്ഭുതമായി നിലനിർത്തണമേ. എൻ്റെ സമൂഹത്തിൽ എന്നെ ഒരു അത്ഭുതമായി എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാമല്ലോ. കർത്താവ് അതിനായി നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ. കർത്താവിൻ്റെ കൃപ അതിനായിട്ട് നമ്മുടെ മേൽ പകരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചതായ ഈ വലിയ ദൈവിക സത്യത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ സമൂഹം ഹല്ലേലൂയ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി അത്ഭുതമായി ദൈവം എഴുന്നേൽപ്പിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ സഹായിക്കണം, കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണം, അതിനായി ഞങ്ങളെ ബലപ്പെടുത്തണം. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.